വിനോദാണ് കോടതി ഭാഗത്ത് നിന്ന് പരിസരത്ത് നിന്നുള്ളത്. വിനോദ്, നാളെ ഇതിന്മേൽ അന്തിമവാദം കേൾക്കുന്നു. നാളെ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണോ പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും പ്രതീക്ഷ? അഭിലാഷ്, നാളെ തന്നെ കുറ്റവാളികൾക്കുള്ള ശിക്ഷ വിധിക്കും. 2 പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1-ാം പ്രതി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന ചർച്ചകളായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത്. ഗ്രീഷ്മയുടെ ഈ കേസിന്റെ നാൾ വഴി പരിശോധിച്ചാൽ ഗ്രീഷ്മയുടെ ഓരോ പെരുമാറ്റവും അത് കൃത്യമായി കുറ്റം ചെയ്ത ഒരാളിന്റെ രീതികൾ തന്നെയായിരുന്നു. ഈ കുറ്റം ചെയ്തിട്ടും ഒരു മനസാക്ഷി കുത്തുമില്ലാതെയാണ് പിന്നീടുള്ള കാലങ്ങളിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നൊരു സമീപനം ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുമോ എന്ന ചോദ്യം ഉയർന്നു വന്നതായിരുന്നു. അവിടെയാണ് ഒരു കൃത്യമായ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഗ്രീഷ്മ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. ഏറ്റവും ഉചിതമായ ഒരു വിധി ശിക്ഷ പ്രതിക്ക് നൽകും എന്ന കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഈ കേസിന്റെ പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. കാരണം ഷാരോണിന്റെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വസ്ത്രത്തിൽ നിന്നോ ഒന്നും തന്നെ പുറമെ ഈ വിഷാംശം കണ്ടെത്തുന്നതിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം നടത്തി രേഖകൾ കണ്ടെത്തി, തെളിവുകൾ കണ്ടെത്തി, ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി, സൈബർ പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു മോചിതയാക്കപ്പെടുമ്പോൾ, കുറ്റമുക്തയാക്കപ്പെടുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നൊരു നിലപാട്, ഈ പാരാക്യൂട്ടിന്റെ കുപ്പി പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്, തെളിവ് നശിപ്പിക്കാൻ അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞത് അമ്മ തന്നെ ആയിരുന്നു. പക്ഷേ അത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊരു കാര്യമാണ്. അമ്മാവൻ പിന്നീട് അവിടെ നിന്ന് സമീപത്തെ ഒരു കുളത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഇത് കൊണ്ടുപോയി കളയുകയും ഇത് വാങ്ങിക്കൊണ്ടുവന്നത് അമ്മാവനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർ ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്, അത് നടപ്പാക്കിയത് എന്നത് അസന്നിഗ്ധമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. കോടതി മുമ്പാകെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെയാണ് 2 പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് പോയത്. നാളെയായിരിക്കും ഇതിൽ ശിക്ഷാവിധി വരിക. ഏത് ശിക്ഷയായിരിക്കും ഇവർക്ക് നൽകുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. അതേസമയം ഷാരോണിന്റെ കുടുംബം ഒരു പ്രതിയെ വെറുതെ വിട്ടതിൽ, സിന്ധുവിനെ വെറുതെ വിട്ടതിൽ നിരാശരാണ്. അവർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നൊരു കാര്യമാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അഭിലാഷ്, പാറശാല ഷാരോൺ വധക്കേസിലാണ് സുപ്രധാനമായ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. 1-ാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകം, വിഷം നൽകി, അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്നാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ കുറ്റകൃത്യങ്ങളിൽ എന്തായിരിക്കും ശിക്ഷ എന്ന് നമുക്ക് നാളെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വിവിധ വകുപ്പുകളിൽ ഒരുമിച്ചുള്ള ശിക്ഷയായിരിക്കുമോ, പ്രതിയുടെ പ്രായം അടക്കം കണക്കിലെടുത്തുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വരുത്തുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കോടതി നിരീക്ഷണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്നാൽ പ്രതിഭാഗം നിരവധിയായ വാദങ്ങൾ ഉയർത്തിയിരുന്നു. ആത്മഹത്യാ പ്രവണതയുണ്ട് ഗ്രീഷ്മയ്ക്ക് എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നു. വിചാരണ നേരിടുന്നതിനിടെ വിചാരണ തടവുകാരിയായിരിക്കെ ജയിലിൽ വെച്ച് അത്തരം ശ്രമം നടത്തിയെന്ന വാദം ഉയർത്തിയിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ എത്രത്തോളം കോടതി മുഖവിലക്കെടുക്കും എന്നതാണ് ഇനി ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കേസിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ജനത്തിന് കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ നടത്തപ്പെട്ട ഒരു കൊലപാതകം, ഷാരോണിന്റെ കുടുംബം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ മാത്രം പോലീസ് ഉണർന്നു പ്രവർത്തിക്കുകയും പ്രതിയിലേക്ക് എത്തുകയും ചെയ്ത കേസിൽ ആണ് വിധി പ്രസ്താവിക്കുന്നത്. നിങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങളെല്ലാം വലിയ ഞെട്ടലായിരുന്നു. ഈ ഒരു സംഭവം, ഇങ്ങനെയാണ് ഒരു കൊലപാതകം നടന്നതെന്ന് അറിയുമ്പോൾ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. തീർച്ചയായും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലേ. 22 വയസ്സുകാരനെ ഒരു പ്രേമിച്ചവള്, അതായത് പ്രണയിച്ചവള്, ജീവനതുല്യം പ്രണയിച്ചവള് കഷായത്തിൽ വിഷം കലർത്തി കൊന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ മാത്രമല്ല നാടിനെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അത് ഞങ്ങൾ വളരെയധികം, അത് എന്റെ സഹോദരിയുടെ, അതായത് ഇവന്റെ പപ്പ, ഷാരൂണിന്റെ പപ്പ സ്ട്രോക്കായി ഇപ്പോൾ ഒരു സൈഡ് തളർന്നാണ് കിടക്കുന്നത്. അത്രയ്ക്ക് ആ കുടുംബം തകർന്നുപോയി. ആ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുമെന്നാണോ കരുതുന്നത്? ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടും. കാരണം 2022 ജൂൺ മാസം 11-ാം തീയതിയാണ് ഇവൾ ഓവർഡോസ് ആയിട്ട് പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് 2022 6-ാം മാസം മുതൽ ഈ 10-ാം മാസം 14-ാം തീയതി വരെ
ഇങ്ങനെ ഓരോ വിഷത്തിന്റെയും സെർച്ചും കാര്യങ്ങളും ഇവന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4.5 മാസത്തെ ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ, ഒരു പ്ലാൻ ചെയ്ത ഒരു മർഡറാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു റയറസ്റ്റ് ഓഫ് റയർ കേസിൽ പരിഗണിച്ച് വധശിക്ഷ അങ്ങേയറ്റത്തെ ശിക്ഷ, നമ്മൾ വധശിക്ഷയും നമ്മൾ പറയാൻ പാടില്ല, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സംഭവമാണ്. അങ്ങേയറ്റത്തെ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, പക്ഷെ എന്നാലും വല്ലാത്തൊരു ക്രിമിനൽ ബുദ്ധിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബോൺ ക്രിമിനലിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ പാരക്കിറ്റ് എന്ന് പറയുന്ന ഒരു ഈ കളനാശിനി അടങ്ങിയിട്ടുള്ള വിഷ പദാർത്ഥം പാരക്കിറ്റാണ്. ഈ പാരക്കിറ്റിന്റെ കോൺസിക്വൻസസ്, അതിന്റെ ടോക്സിസിറ്റി, അത് അകത്ത് പോയി കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിനെ ഏത് തരത്തിൽ ബാധിക്കുക എന്നെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി സെർച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് കോടതി പരിഗണിച്ചത്. അതുകൊണ്ട് ഇവളൊരു ബോൺ ക്രിമിനലാണ്, അതിൽ യാതൊരു സംശയമില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിന് ദോഷമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു വരാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് നമ്മുടെ ആവശ്യം. ഈ തമിഴ്നാട്ടിലേക്ക് ഈ കേസ് മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കൂടി നടത്തി, അത് ഈ കേസിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായി കാണണം. തീർച്ചയായും അത് ഞങ്ങളെ പ്രോസിക്യൂട്ടറാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നന്ദി പറയേണ്ടത്. പ്രോസിക്യൂട്ടർ അങ്ങ് അറ്റം വരെ ആ ഒരു തമിഴ്നാട്ടിലെ കേസ് പോകാതിരിക്കാൻ വേണ്ടി വാദിച്ചിട്ടുണ്ട്. പിന്നെ അത് സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും തള്ളിക്കളഞ്ഞ സംഭവമാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ നിന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നിന്നു. അതുപോലെ കേരള ഗവൺമെന്റ് തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കേസിന്റെ നാൾവഴികളിൽ മുഴുവൻ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. ആ സംഭവം നടക്കുന്ന അന്ന് മുതൽ, ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ അന്ന് മുതൽ കൂടെ തന്നെയാണ് മാധ്യമപ്രവർത്തകർ. നിങ്ങളോടൊക്കെ വലിയ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഷാരോണിന്റെ അമ്മാവനാണ് പേര്. എന്റെ പേര് സത്യശീലൻ. ശരി, ഷാരോണിന്റെ അമ്മാവനാണ്. ഇപ്പൊ കുടുംബാംഗങ്ങൾ പറയുന്നു അതിൽ ഒരു പ്രതിയെ വെറുതെ വിട്ടതിൽ അവർക്ക് നിരാശയുണ്ട്. ഈ 1-ാം പ്രതിക്ക് പരമാവധി ശിക്ഷ, വധശിക്ഷ എന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത ആൾ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഈ വിഷം ഉള്ളിൽ ചെന്നാൽ അത് പ്രവർത്തിക്കുന്നത് എന്നതടക്കം മനസ്സിലാക്കി മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ച് നടപ്പാക്കുന്ന ഒരു കൊലപാതകമാണ്. കുടുംബാംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. തെളിവ് നശിപ്പിച്ചതിനുൾപ്പെടെയാണ് അമ്മാവൻ നിർമ്മൽ കുമാരൻ നായരെ ഇപ്പോൾ കോടതി അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരുന്നു. ഇതെല്ലാം തന്നെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പോയി. ഇതിൽ 3-ാം പ്രതി അമ്മാവന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഗ്രീഷ്മയുടെ കാര്യത്തിലും ഈ 3-ാം പ്രതിയുടെ കാര്യത്തിലും എന്താകും ശിക്ഷാവിധി, എന്ത് തരത്തിലുള്ള ശിക്ഷയാവും ഇവർക്ക് ലഭിക്കുക, അക്കാര്യം നമുക്ക് നാളെ അറിയാൻ കഴിയും. അഭിലാഷ്.